വാർത്തയിലേക്ക്. സ്വകാര്യ കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനം മൂലം ദുരിതത്തിലായിരിക്കുകയാണ് മലപ്പുറം പുളിക്കൽ അരൂരിലെ നിരവധി കുടുംബങ്ങൾ. പ്രദേശത്തെ നിരവധി വീടുകൾക്കാണ് വിള്ളലുണ്ടായത്. വർഷങ്ങളായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ കരിങ്കൽ ക്വാറിക്കെതിരെ സമരം തുടരുകയാണ്. വീടിന്റെ അവസ്ഥ ഇപ്പോൾ ഉള്ളും പുറമീങ്ങൾ കണ്ട് ചോരനുണ്ട്. ഇങ്ങനെ ഞങ്ങൾ ഒറ്റക്കെടുന്ന് നീന്താണ്. എത്ര കാലമായിപ്പോൾ ഞങ്ങൾ ഇനി എത്ര വെച്ചിട്ടാണ് നീന്തുന്നത്. വലിയ പുതിയ പൊട്ടാണ് പൊട്ടിക്കുന്നത്. ആ പൊട്ടിങ്ങനെ വാങ്ങിക്കൊണ്ട് ജനവാദിയും ഇതൊക്കെ തരിച്ചുകൊണ്ട് ഞങ്ങൾ കണ്ടില്ലേ കൽക്കാലൊക്കെ പൊട്ടിയിരിക്കുന്നത്. 13 വർഷങ്ങൾക്ക് മുൻപാണ് ക്വാറി പ്രവർത്തനം ആരംഭിച്ചത്. പ്രദേശത്തെ ഏതാണ്ട് 50-ലധികം വരുന്ന കുടുംബങ്ങളാണ് ക്വാറിയുടെ പ്രവർത്തനം മൂലം വർഷങ്ങളായി ദുരിതത്തിലായിരിക്കുന്നത്. 13 വർഷത്തോളമായി നമ്മൾ ഇതിനായിട്ട് പോരാടുന്നത്. ഇന്ന് വരെ ഇതിനൊരു പരിഹാരം കണ്ടിട്ടില്ല. ആദ്യം ഒരു കസറിന് വർക്ക് ചെയ്തിന്. ഇപ്പോൾ കസറിന്റെ കാര്യം പറഞ്ഞാൽ കോറി അപ്പോൾ വർക്ക് ചെയ്യുന്നത്. കോറി പൊട്ടിക്കലുകൊണ്ട് നമുക്ക് യാതൊരുമില്ല. എല്ലാ വീടിനും വിള്ളലാണ്. പിന്നെ അതേപോലെ കുട്ടികളാണെ പേടിച്ച് പോയ പേടിയായിട്ട് പൊട്ട് കേൾക്കുമ്പോൾ അയാതി പൊട്ടാണ്. പൊടി മൂലം ശാരീരിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരും പ്രദേശത്തുണ്ട്. ശ്വാസം മുട്ടലും കഥപ്പും ഒക്കെ കൊണ്ട് ബുദ്ധിമുട്ട് ആളാണ്. നമുക്ക് ഈ അലർജി കൊണ്ടും മറ്റുള്ള പ്രശ്നം കൊണ്ടും ഒക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഈ റോഡ് മുഖൂടെയുള്ള പുകയും ഇതിന്റെ പൊട്ടിക്കുമ്പോഴുള്ള ഉണ്ടാകുന്ന പുകയും എല്ലാം കൂടി ഞങ്ങൾ ശ്വസിക്കേണ്ടി വരികയാണ്. അതുകൊണ്ട് ഞങ്ങൾ ശ്വാസം മുട്ടിയിട്ട് ഒരു നിലക്കും ചെയ്യാം. ക്വാറിയിൽ നിന്ന് നീക്കം ചെയ്യുന്ന ടൺ കണക്കിന് മണ്ണ് വീടുകൾക്ക് മുകളിലായി വലിയ അളവിൽ കൂട്ടിയിട്ടിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. ഈ മണ്ണ് പലപ്പോഴും ശക്തമായ മഴയിൽ വീടുകളിലേക്ക് പതിക്കുന്നു. ഇതോടെ വലിയ മണ്ണിടിച്ചിൽ ഭീഷണി കൂടി നേരിടുകയാണ് പ്രദേശവാസികൾ. മലക്ക് സമാനമായ മറ്റൊരു മല സൃഷ്ടിക്കാൻ ഇവിടെ ഉണ്ടായത്. ഇത് ഈ ജനവാസ വീടുകൾ നിൽക്കുന്ന ഈ ഒരു പരിസരത്താണ് ആ ഒരു മണ്ണ് ഇവർ ഡബ്ബ് ചെയ്തത്. ജിയോളജി അവർക്ക് സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത സമയത്ത് അവർ 2 വർഷം കൊണ്ട് അവരെന്ത് ചെയ്തു, അവിടെ ഒരു കയർ മാറ്റ് വിരിച്ചുകൊണ്ട് വള്ളിച്ചെടിയുള്ള ഈ കാട്ടുപയറിന്റെ വള്ളി മടർത്തി അത് മറച്ചു വെച്ചുകൊണ്ട് രണ്ടാമതും അവർ ഇപ്പോൾ ഒരു 6 മാസം മുന്നേ വരെ പുതിയൊരു മാനേജ്മെന്റിന്റെ കീഴിൽ എല്ലാവരും ഒരു 5ഓളം ആളുകൾ പാർട്ണർഷിപ്പായിട്ട് അവർ തുടങ്ങുന്ന ഒരു സംരംഭമാണ്. വർഷങ്ങളായി ഇതിനെതിരെ പോരാടുന്ന തങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. കയറി ഇറങ്ങാത്ത ഓഫീസുകളില്ല. പഞ്ചായത്ത്, വില്ലേജ്, ജിയോളജി എല്ലാ ഓഫീസിലും ഞങ്ങൾ കയറി ഇറങ്ങുന്നുണ്ട്. ഇതുവരെ ഞങ്ങൾക്കൊരു പരിഹാരം തന്നിട്ടില്ല. ഓല് കേസ് ഇങ്ങനെ കൊടുക്കും. ഞങ്ങളെ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ ഇവിടെ തടയാൻ വരുമ്പോഴത്തേനും ഓല് പോലീസുകാരെ വിളിച്ചെടുത്തും കേസ് കൊടുക്കും. ഞങ്ങൾ ഓരോരുത്തരെ പേരിൽ കേസെടുക്കും. ഇങ്ങനെ ഇതിങ്ങനെ നീണ്ടു പോകാനത് ഞങ്ങൾക്കൊരു പരിഹാരം ഇത്രയും കാലമായിട്ട് കിട്ടിയിട്ടില്ല. ക്വാറിക്കെതിരെ പ്രതിഷേധം നടത്തുന്ന സ്ത്രീകളും പ്രായമായവരെയും ഉൾപ്പെടെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുകയും കള്ളക്കേസിൽ കൊടുക്കുകയും ചെയ്തതായും നാട്ടുകാർ ആരോപിക്കുന്നു. ഞങ്ങൾ വണ്ടി തടയാൻ പോയപ്പോൾ ഞങ്ങൾ താഴത്തിട്ട് കഴിഞ്ഞ് ഉടുമ്പം തള്ളിയിട്ട് മുട്ടുകൊണ്ടൊക്കെ വലിച്ച് കാലിനൊക്കെ വലിച്ചിനി. കാല് കൊണ്ടുപോയി ആശുപത്രിയിൽ കുറച്ചൊക്കെ കടന്ന് അങ്ങനത്തെ പോകുന്നത്. പോലീസുകാർ CI ചെയ്യാൻ തള്ളിയിട്ട് പോലീസുകാർ വന്നാലും ഓരോ ഭാഗത്താണ്. നമുക്കൊരു നീതി പോലും ഇല്ല. പണ്ട് പോലീസുകാർ അതുകൊണ്ടാണ് കൈയിന്റെ വിരലൊക്കെ നമുക്ക് ഇങ്ങനെ കോട്ടൊക്കെ വന്നത്. ക്വാറിയുടെ പ്രവർത്തനം മൂലം വർഷങ്ങളായി ദുരിതത്തിലാണ് ഈ പ്രദേശത്തെ നിരവധി വരുന്ന കുടുംബങ്ങൾ. ക്വാറി അടച്ചുപൂട്ടണമെന്ന ആവശ്യം തന്നെയാണ് കുടുംബങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള സമരം തുടരും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അനുരൂപ് ചിക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1 മലപ്പുറം.